കൊക്കയിലേക്ക് വീഴുകയും അങ്ങനെ അപകടം ഉണ്ടാവുകയും ചെയ്ത ശ്രീനന്ദയുടെ ആ ഒരു കേസിൽ ഇപ്പോഴും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷവും ഒരുപാട് പേര് പാരൻസിന് ഉൾപ്പെടെ കുറ്റം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ പരാതി ഇല്ല എന്ന് പറഞ്ഞത് ദുരൂഹതയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എന്താണ് നല്ല ക്യൂരിയോസിറ്റി ഉള്ള കുട്ടിയാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പേടിയൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ്, നല്ല ക്യൂരിയോസിറ്റി ഉള്ള ഒരു കുട്ടിയാണെന്ന് അവർ തന്നെ പാരൻസ് തന്നെ പറയുന്നുണ്ട്. വലിയച്ഛന ആൾ തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം അവിടെ നിന്ന് ഫോട്ടോ ജസ്റ്റ് അവർ കെട്ടിയിരുന്നതിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മൾ കണ്ടതാണ്. അതാ ഇതിവിടെ കാണിക്കാം. ആ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അങ്ങോട്ട് നോക്കിയപ്പോൾ തിരിച്ച് വാന്ന് പറഞ്ഞ് ഇവർ വിലക്കിയിട്ടുമുണ്ട്. ഇപ്പം ചില മിക്ക കുട്ടികളുടെ എൻ്റെ മോളുടെ ഉൾപ്പെടെ മിക്ക കുട്ടികളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നമ്മുടെ കണ്ണ് ഇപ്പോൾ മാറുന്ന സമയത്ത്, നമ്മുടെ കണ്ണ് തെറ്റുന്ന സമയത്ത് അവർക്ക് അത് വീണ്ടും പോയി ഒന്നുകൂടി ഒന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ചില കുട്ടികൾക്ക്. എൻ്റെ മോളാണെങ്കിൽ ഒളിച്ചു നിൽക്കും. ഇപ്പോൾ അമ്പലത്തിൽ പോകുന്ന സമയത്താണെങ്കിൽ തന്നെ മരത്തിൻ്റെയൊക്കെ മറയിൽ കയറിയിട്ട് ഒളിച്ചങ്ങ് നിന്ന് കളയും. നമ്മൾ കാണാതെ അവളോട് നിൽക്കും. പക്ഷെ ഞാൻ പല പ്രാവശ്യം അത് വിലക്കിയിട്ട് അവൾ അത് തന്നെ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഇനി എന്തെങ്കിലും മാറ്റിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണില്ല, വേറെ ആരെങ്കിലും വാച്ച് ചെയ്ത് വന്നാലും അപകടം ഉണ്ടാവുന്നതാണ്. നമ്മളെ ഒളിച്ച് മറച്ച് നിൽക്കും. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവരെന്താ പറയുക, ഈ കുട്ടി ഇങ്ങനെ അവിടെ അത്രയും തിരക്കിനിടയിൽ ഈ കുട്ടിയെ എന്തിനും ഒറ്റക്ക് വിട്ടു എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യം വിലക്കി ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗർത്തത്തിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് നോക്കണം. അല്ലാതെ അതിൻ്റെ ഒന്നും എടുക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് നോക്കണം. അതിൻ്റെ മനസ്സിൽ ആ ഒരു ഇത് കിടപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ കണ്ണ് കെട്ടിയപ്പോൾ വീണ്ടും അവിടെ പോയിട്ടുണ്ട്. ഈ പിന്നെ ഒരു സംശയമുള്ള ഡ്രസ്സൊക്കെ ഒരു അടിത്താഴ്ചയിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ നേരെ പോയങ്ങ് വീഴുമല്ലോ. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കമ്പോ കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സ് കീറിയത് അതങ്ങനെ ആവാനാണ് സാധ്യത. അതിലൊരു ദുരൂഹതയില്ല. നിങ്ങൾ പറയണം, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാരൻസിന് ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ അറിയാവുന്നത് അവരുടെ പാരൻസിനായിരിക്കും. അപ്പോൾ ക്യൂരിയോസിറ്റി കൂടുതലുള്ള കുട്ടിയാണ്, എന്തിനും പേടിയില്ലാത്തൊരു കുട്ടിയാണ്. അവിടെ പോകരുതെന്ന് ആദ്യം വിലക്കി അങ്ങോട്ട് നോക്കുന്നതിൽ വിലക്കി, അതിന് ശേഷവും പോയിട്ടുണ്ട്. ഇനി വേറൊരു സംശയം ഒരുപാട് പേര് പറഞ്ഞത്, കരഞ്ഞപ്പോൾ ആരും കേട്ടില്ലെന്നാണ്. ഈ 10-40ഓളം പേര് അവിടെ ഉണ്ട്. 10-40-50ഓളം ആളുകൾ അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ അവിടെ ഇത്തിരി അങ്ങ് മാറിയാണെങ്കിലും കൂടി എല്ലാവരുടെയും വോയിസും ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ സിനിമയിലൊക്കെ സ്ലോ മോഷനിൽ അലറിക്കൊണ്ട് താഴത്തോട്ട് വീഴുന്ന പോലെ ഇതല്ല. വെറും 2 സെക്കൻഡ് സമയത്തേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഇതിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ സൗണ്ട് പോലും വന്നെന്ന് വരത്തില്ല. സിനിമയിൽ കാണുന്ന പോലെയല്ല, ഇത് ജീവിതമാണ്. അപ്പോൾ ഈ കുട്ടി കരഞ്ഞില്ലെന്നാണ്, കരഞ്ഞവിടെ നിൽക്കുകയാണോ, കാല് സ്ലിപ്പാവുന്ന നിമിഷം നമുക്ക് ചിലപ്പോൾ തൊണ്ടയിൽ നിന്ന് സൗണ്ട് പോലും ചിലപ്പോൾ വന്നെന്ന് വരില്ല. അങ്ങനെ ഒരു ഇതായിരിക്കും. കാര്യം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല, നമ്മൾ സഡനായിട്ട് വരുന്നതാണ്. പെട്ടെന്ന് നമുക്കൊന്നും സൗണ്ട് പോലും പുറത്ത് വന്നെന്ന് വരത്തില്ല. അങ്ങനെ അത് തന്നെ വെറും 2 സെക്കൻഡ് സമയം മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടു, ജസ്റ്റ് ഒരു ഇതായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇച്ചിരി അകലെ നിന്ന് ഒരാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ആ കുട്ടി അവിടെ കയറി പോകുന്നതും നിൽക്കുന്നതും നോക്കുന്നതൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്ത ഒരാൾക്ക് മാത്രമേ അത് വീഴുവാന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മൾ പുറകോട്ട് നോക്കി എന്ന് വിചാരിച്ചാൽ അവിടെ ആരെയും ഇല്ല. അപ്പോൾ തോന്നിയതാണ്. കാരണം ഇഷ്ടംപോലെ ആളുകളുടെ സൗണ്ടിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു അത് ഒരിക്കലും അത് ഇതായിട്ടില്ല. അങ്ങനെ ഒരിക്കലും അത് കേൾക്കാനുള്ള സാധ്യതയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള റിസ്ക് പിടിച്ച് ഇത്ര അപകടം പിടിച്ച സ്ഥലത്തോട്ട് ദയവ് ചെയ്ത് ടൂറെന്നും പറഞ്ഞ് വലിഞ്ഞു കയറി പോവാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് ചെയ്യാനുള്ളത്. എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. ഇത്രയും അപകടം പിടിച്ച കൊക്കയായിട്ട്, അതും കെട്ടിയിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ പോയിന്നുകൊണ്ട് ഫോട്ടോ എടുക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ട്. ഇപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ ഫോട്ടോ കിട്ടില്ലേ? ആദ്യം തന്നെ ഫോട്ടോ എടുത്തു പാരൻസ് എടുത്ത് കൊടുത്തു. അത് തന്നെ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവിടെ ചെന്നത് തെറ്റ്, അതിൻ്റെ അപ്പുറത്ത് ആ കുട്ടിയെ കടത്തി വിട്ടത് തെറ്റ്. പിന്നെ അവിടെ മൽപ്പിടുത്തത്തിനൊന്നും യാതൊരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കൊക്കയുടെ അവിടെ പോയി നിന്നുകൊണ്ട് മൽപ്പിടുത്തം നടത്തി ഇപ്പുറത്തോട്ടൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകാനാണെങ്കിലും വലിക്കാനാണെങ്കിലും പിടിക്കാനാണെങ്കിലും ആരെങ്കിലും കാണും ഉറപ്പായിട്ടും. 3 മിനിറ്റ് ആരെങ്കിലും ഉറപ്പായിട്ടും കാണും. പിന്നെ അങ്ങോട്ട് കയറി നിന്നിട്ട് മൽപ്പിടുത്തം നടത്താണെങ്കിൽ ഈ പിടിക്കാൻ പോകുന്ന ആളും അങ്ങോട്ട് വീഴുമോ അതോ നിൽക്കുന്ന ആൾ പോകുന്ന ഒരു സംശയമില്ല. അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാനുള്ള സ്ഥലം. അവിടെയൊക്കെ എന്തിന് ഇത്ര റിസ്ക് പിടിച്ച് കയറി പോകുമെന്നാണ് ആലോചിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തൂങ്ങാൻ നിൽക്കില്ല. അങ്ങനത്തെ കുട്ടികളൊക്കെ കണ്ടു വെച്ചോ. പാരൻസ് പറയുന്നത് കുറച്ചെങ്കിലുമൊക്കെ അനുസരിക്കാം കേട്ടോ. അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇപ്പം തന്നെ ടൂറ് പോവണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കുട്ടികളുടെ റിയാക്ഷൻ? നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. പക്ഷെ കാലത്തിൻ്റെ പണ്ടത്തെ കാലമൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് ട്യൂഷൻ ക്ലാസ്സിൽ പോലും കുട്ടികളെ വിടാൻ പറ്റാത്തൊരു കാലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ അനുസരിക്കുക. കുട്ടികൾ അനുസരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെയും പോകുന്നില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ആവശ്യത്തിന് മതി. എന്താണെങ്കിലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം ആയാലും അമിതമായാലും വിഷം തന്നെ. അപ്പോൾ കുറച്ചൊക്കെ അനുസരിക്കുക. ഇപ്പം എത്രയോ കുട്ടികളുണ്ട് ഫോൺ കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഓരോരോന്ന് കാണിച്ചു വെക്കുന്നത്. അത് എന്താ ആവശ്യം സംഭവിച്ചിട്ടുള്ളതോ അതൊക്കെ തന്നെ.
ക്യൂരിയോസിറ്റി കൂടുതലുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ വല്യച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ, അതിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ടല്ലോ. അവിടെ പോയി ആദ്യം ഫോട്ടോ എടുത്തത് ഉൾപ്പെടെ തെളിവ് കാണും നമുക്ക്. ആദ്യം പോയി അങ്ങോട്ട് ഫോട്ടോ എടുത്തു, അതിനുശേഷം അങ്ങോട്ട് നോക്കിയപ്പോൾ വിലക്കി. ആ വിലക്കിയിട്ട് ആ ക്യൂരിയോസിറ്റി തീർന്നിട്ടില്ല ആ കുട്ടിയുടെ. അങ്ങോട്ട് വീണ്ടും കണ്ണ് തെറ്റിച്ച് നോക്കി, കൂട്ടുകാരുടെയും പാരൻസിൻ്റെയും കണ്ണ് വെട്ടിച്ച് അവിടെ വീണ്ടും പോയി. അവിടെ ഒരാൾക്ക് കട്ടിച്ച് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അങ്ങോട്ട് നോക്കിയതിൻ്റെ ഇടക്ക് ഒന്ന് ജസ്റ്റ് അങ്ങ് മറിഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു ക്യാമറയൊക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇടേണ്ട കാര്യമില്ല, മനസ്സിലായി. ഇനി അവിടെ എന്തെങ്കിലും പാറ കൊണ്ടിട്ടാൽ അതിൻ്റെ പുറത്ത് വലിഞ്ഞ് കയറും ആളുകൾ. അങ്ങനത്തെ കുറേ ആളുകൾ, ബോധമില്ലാത്ത കുറേ ആളുകളാണ് പോണത്, മനസ്സിലായി. അപ്പോൾ അവിടെ സ്പേസ് ആയിട്ട് ഇട്ടിരിക്കണവരും അങ്ങോട്ട് തലയും കുത്തി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഇട്ടിരിക്കണം. ഇനി എന്തെങ്കിലും പാറ കൊണ്ടിട്ട് അവിടെ മറച്ചു കഴിഞ്ഞാൽ ആ പാറയുടെ പുറത്തായിരിക്കും വലിഞ്ഞു കയറുന്നത്. അങ്ങനത്തെ ആളുകളല്ലേ, പോകുന്നവർക്കല്ലേ ബോധം വേണ്ടത്. സ്വന്തം ജീവനിൽ അവരവർക്കാണ് ബോധം വേണ്ടത്. എന്തിനു പോകണം? ഇഷ്ടംപോലെ പാർക്കുകൾ, കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്ടംപോലെ ഇല്ലേ. ആ ഒരു കൂട്ടുകാരിയായിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, നല്ല രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കുട്ടി നിൽക്കുന്നത്. അവർ പ്രതീക്ഷിച്ച രീതിയിൽ അവിടെ ഒന്നും ഇല്ലെന്നാണ് അതിൽ പറയുന്നത്. എന്താണ് പ്രതീക്ഷിച്ചത്? അവർ പ്രതീക്ഷിച്ച രീതിയിൽ ഇവിടെ കാണാനൊന്നും ഇല്ല. അപ്പം മറ്റേ കുട്ടി ഒരു പുഴ കണ്ടു, അതാ പുഴ എന്നും പറഞ്ഞ് അങ്ങോടി. അതാണ്. അപ്പോൾ ആ കൂട്ടത്തോടെയാണ് ഓടിയതല്ല, അവിടെ പുഴ എന്ന് പറഞ്ഞുകൊണ്ട് ആളങ്ങോട്ട് പോവാൻ. അതാണ് നല്ല ക്യൂരിയോസിറ്റി ഉള്ള കുട്ടിയാണ്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിടിച്ച സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുത്തിരിക്കുന്നത് വൈറലാവാൻ വേണ്ടി തന്നെ ആയിരിക്കും ചെയ്തത് എന്നേ പറയാനുള്ളൂ. വൈറലാവാൻ വേണ്ടിയിട്ടാണല്ലോ ആനയുടെ പുറകെ അവിടെ ഇവിടെയൊക്കെ ഓടുന്നത്, സാഹസികമായ കാര്യങ്ങൾ ചെയ്ത് വൈറലാവാൻ. വേറെ ഒന്നും പറയാനില്ല. കുറേ കമൻസ് കണ്ടിട്ടേ ദുരൂഹതയുണ്ട്. പിന്നെ പാരൻസിനെ തന്നെ പറയുന്നത്, നിങ്ങളെ തന്നെ പറയുന്നത്, പാരൻസിനെ തന്നെ ആളുകൾ കുറ്റം പറയുന്നു. നിങ്ങളെന്തോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം വീണ്ടും നടത്താതിരുന്നത്. എന്തിന്? പേടിയില്ലാത്ത കുട്ടിയാണ്. എൻ്റെ മോൾക്ക് പേടിയില്ല. എൻ്റെ മോൾക്ക് അതൊക്കെ അവിടെ ഇരിക്കാനൊന്നും ഒരു പേടിയില്ല. ഇങ്ങനെയുള്ള അത് നമ്മൾ തന്നെയാണ് അവരങ്ങനെ ആക്കുന്നത്, മനസ്സിലായില്ലേ. എന്തിന്? പേടി വേണം, കുട്ടികൾക്ക് പേടി വേണം. പേടിയില്ലെങ്കിൽ പേടി വരുത്തണം, മനസ്സിലായില്ലേ. അല്ലാതെ എൻ്റെ കുട്ടിക്ക് അത് പേടിയില്ല, അവളെന്തും ചെയ്യും, അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഓവർ സ്മാർട്ടാക്കി വളർത്തുന്നതേ ഏറ്റവും വലിയ കുറിച്ചാണെന്ന് ഞാൻ പറയൂ. അത് ഇതിന് വെച്ചിട്ട് തന്നെ പറയല്ല. ഒരുപാട് കുട്ടികൾ അങ്ങനെ ഉണ്ട്. എന്തിലും സാഹസികത, എനിക്കൊന്നും പേടിയില്ല. അത്യാവശ്യം ഒരു ഇത് വേണം, പക്ഷേ ഇതുപോലുള്ള ഓവറായിട്ടുള്ള എന്താണെങ്കിലും ആവശ്യത്തിനേ ആകാവുള്ളൂ. അതിപ്പോൾ സ്മാർട്ട്നെസ് ആണെങ്കിലും എന്താണെങ്കിലും പേടിയില്ല എന്ന്, അവൾക്ക് പേടിയില്ല എന്ന് കരുതി അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു കൊക്കയുടെ തൊട്ടിപ്പുറത്തെടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച്, അത് വളരെ സന്തോഷമായിട്ട് വെച്ച്, എന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ വിലക്കുകയും ചെയ്തു. കുട്ടി വീണ്ടും പോവുകയും ചെയ്തു. കുട്ടികൾ അങ്ങനെയാണ്. ഇതിൽ പ്രത്യേകിച്ച് ദുരൂഹതയ്ക്കൊന്നും സാധ്യതയില്ല. കാരണം എന്ത് ചെയ്യരുതെന്ന് നമ്മൾ പാരൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കണ്ണ് വെട്ടിച്ച് അത് ചെയ്യും. അങ്ങനെയാണ് ചില കുട്ടികൾ. ഒരുപാട് കുട്ടികളുണ്ട്, എൻ്റെ മോൾ ഉൾപ്പെടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കണം. അങ്ങനെയുള്ളത് അങ്ങനെ മാറ്റിയെടുക്കാം. അത് അവരുടെ മൈൻഡിലുള്ളതാണ്. എന്നാലും പോലും നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്, ഇതൊക്കെ കാണിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുക. അതാണ് അതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. വീണ്ടും ആവർത്തിക്കാതിരിക്കുക. അല്ലേ, അതേ പറയാനുള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിവിടെ നിന്ന് പറയുന്നു, ആ വീട്ടുകാർക്കാണ് നഷ്ടപ്പെട്ടു. എന്താണ് അത് എല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ. ഇത്ര ഞാൻ പ്രാർത്ഥിക്കും.